ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം കേട്ടോ. ഇതാണ് വെള്ളപ്പോള. വെള്ളപ്പോള ഞാൻ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ആ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെള്ളപ്പോളയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വട്ടയപ്പവും വെള്ളപ്പോളയും കാണാൻ കുറച്ച് സിമിലാരിറ്റിയും ഉണ്ടാക്കുന്ന രീതിയൊക്കെ കുറേ ഒരേപോലെ ഉണ്ടെങ്കിലും രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. പച്ചരി അല്ലെങ്കിൽ 1 കപ്പ് ദോശ റൈസ് ഇട്ട് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പാണ്. അപ്പോൾ ഉഴുന്നും പരിപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇത് രണ്ടും ചേർത്ത് വെള്ളം ഒഴിച്ച് ഒരു 2-3 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം കഴുകി വെള്ളം കളഞ്ഞിട്ട് നമുക്കത് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ദാ അവിടെ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ഉഴുന്നും അരിയും കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെള്ളം വാർത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് അതിന് മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചടച്ച് ഒരു 5-6 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം, കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരിയും ഉഴുന്നും നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളഞ്ഞതിന് ശേഷം കുതിർന്നു വന്നിട്ടുള്ള അരിയും ഉഴുന്നും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇപ്പോൾ മധുരം കുറച്ച് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. പിന്നെ 1/2 കപ്പ് നാളികേരത്തിൻ്റെ വെള്ളം, 1/2 കപ്പ് ചോറ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളികേര വെള്ളം ചേർത്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് സാധാ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം കേട്ടോ. നാളികേര വെള്ളം ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മളിതാ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കയ്യിൽ വെച്ച് പതിയെ ആ ഈസ്റ്റിന് മുകളിലായിട്ട് ആ മാവൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോൾ ആ മൂടിയുടെ അടിയിൽ അത് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം. അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം, ഒത്തിരി നേരിട്ട് അടിക്കരുത്. അപ്പോൾ അത് മാവിനൊരു പുളിപ്പ് ടേസ്റ്റ് വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഒത്തിരി കട്ടിയല്ല ഒത്തിരി ലൂസും അല്ലാത്ത പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 3 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചിലപ്പോൾ 3 മണിക്കൂറൊന്നും വേണ്ടി വരില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരും. നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ സമയം കൂടുതലും എടുത്തൊന്നും വരും കേട്ടോ. ഇപ്പോൾ എനിക്കിവിടെ 3 മണിക്കൂറായപ്പോഴേക്കും ഈ മാവെല്ലാം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിരുന്നു. ഇനി നമുക്ക് ഒരു ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു വെള്ളപ്പോള ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പാത്രം നല്ലതുപോലെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ മാവ് ഒത്തിരി ഇളക്കാതെ ആ മുകളിലുള്ള നല്ല പതഞ്ഞു പൊന്തിയിട്ടുള്ള ആ ഭാഗം മാവ് കോരിയെടുത്ത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് ഒഴിക്കുമ്പോൾ തന്നെ കാണാമല്ലോ, നല്ല ഇങ്ങനെ പതഞ്ഞ് പത പോലെയാണ് ഇരിക്കുന്ന ഈ ഒരു മാവ്. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കട്ടി കുറച്ചിട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, കട്ടി കൂട്ടി ഉണ്ടാക്കണമെങ്കിൽ ആ രീതിയിൽ ഉണ്ടാക്കാം. അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിച്ചതിന് ശേഷം ഒരു തട്ട് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ച് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം 10-12 മിനിറ്റോളം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. നല്ല പോലെ ആവി കയറ്റി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിറച്ചിങ്ങനെ ഹോൾസായിട്ട് എന്താ പറയുക, നല്ല സ്പഞ്ച് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റാണ് ഈ ഒരു അപ്പം. കാണാനും നല്ല ഭംഗിയാണ്, തൊടുമ്പോഴായാലും ഭയങ്കര സ്പഞ്ചി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കുകയാണ്. ഇനി ഇത് കഴിക്കുന്നത് നമ്മൾ വട്ടയപ്പമൊക്കെ ചിക്കൻ കറിയുടെയും ചിക്കൻ സ്റ്റൂവിൻ്റെയും ഒക്കെ കൂടെയാണ് കഴിക്കുക. പക്ഷേ ഇത് കണ്ണൂരുകാർ കഴിക്കുന്നത് മറ്റൊരു രീതിയിലാണ് കേട്ടോ. മധുര സ്റ്റൂ എന്നാണ് പറയുന്നത്. ആ ഒരു പാല് കൂട്ടിയിട്ടാണ് അവർ ഈ ഒരു അപ്പം കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹോൾസ് പോലെ ഉള്ളതുകൊണ്ട് തന്നെ ആ പാൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും.
അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ പൂവൻ പഴമോ അല്ലെങ്കിൽ ചെറുപഴം ഉണ്ടെങ്കിൽ ചെറുപഴം എടുത്തിട്ട്, ഏതെങ്കിലും ചെറുപഴം ഉണ്ടെങ്കിൽ അതെടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം, ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു പാല്, അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ അതൊന്ന് ഉടച്ചെടുക്കുക. അങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നല്ല ഒരു ഫ്ലേവറിനും മണത്തിനും അതുപോലെ ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. ഞാൻ ഏലക്കായുടെ കുരും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മധുരത്തിൻ്റെ ആവശ്യത്തിന് നമുക്ക് എന്തോരം മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പഴം കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളപ്പോള കഴിക്കാനുള്ള മധുര സ്റ്റ്യൂ അല്ലെങ്കിൽ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു വെള്ളപ്പോളയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ വെള്ളപ്പോള നമുക്ക് കറി കൂട്ടിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിലും അടിപൊളിയാണ്. മീൻ കറിയുടെ കൂടെ ആയാലും ചിക്കൻ കറിയുടെ കൂടെ ആയാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.